நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ അറിവുദയത്തിലെ അറിവിനെയാണ് ഇനി ചിത്രീകരിക്കുന്നത്. യഥാർത്ഥ സത്യം എന്താണ് എന്ന് മാണിക്യവാചകർ ഇവിടെ കണ്ടെത്തുന്നു. ഇതൊരു തിരിച്ചറിവാണ്. തന്നിലെ ശിവനെ, തന്നിലുള്ള പരബ്രഹ്മ സ്വരൂപത്തെ വ്യക്തമായും തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ മാണിക്യവാചകർ ചിത്രീകരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ അറിവ്, ഇതാണ് യഥാർത്ഥ ബോധം. നമുക്ക് ആ ബോധത്തിലേക്ക് കിടക്കാം. എന്താണ് ആ അറിവെന്ന് നോക്കൂ. വിണ്ടലത്തിലും ഭൂമണ്ഡലത്തിലും നിന്ന് പാതാള ലോകത്തിലും ഒന്നുപോൽ മുട്ടിയിരിക്കും പരമ്പൊരുളിനെ നീ തൊട്ടു നിൽക്കാതെ ജീവിച്ചിരിക്കുകയോ. അപ്പോൾ പരമ്പൊരുളിനെ അറിയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ജീവിതത്തെ സഫലമാക്കുന്നത്, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ്. എന്താണ് ആ ബ്രഹ്മം നോക്കൂ. വിണ്ടലത്തിലും ഭൂമണ്ഡലത്തിലും നീണ്ട പാതാള ലോകത്തിലും ഒന്നുപോൽ മുട്ടി നിൽക്കും പരമ്പൊരുള്. ഈ പരമ്പൊരുളായ ബ്രഹ്മം വിണ്ടലത്തിലും ദേവലോകത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരുപോലെ ബ്രഹ്മസ്വരൂപം നിലകൊള്ളുന്നു. അപ്പോൾ ഈ പ്രപഞ്ചങ്ങളിലെല്ലാം തന്നെ ബ്രഹ്മം കുടികൊള്ളുന്നു. അങ്ങനെ വിണ്ടലത്തിലും ഭൂമണ്ഡലത്തിലും നീണ്ട പാതാള ലോകത്തിലും ഒന്നുപോൽ മുട്ടി നിൽക്കും പരമ്പൊരുളിനെ നീ തൊട്ടു നിൽക്കുക, അതിനെ അറിയുക. പരമ്പൊരുളിനെ അറിയുക എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മഹാലക്ഷ്യം. നിന്നിൽ തന്നെ ഈ പരമ്പൊരുളുണ്ട്. നിന്നിൽ മാത്രമല്ല, 3 ലോകങ്ങളിലും ഈ പരമ്പൊരുൾ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 14 ലോകങ്ങളിലും പരമ്പൊരുളല്ലാതെ മറ്റൊന്നുമില്ല. ഈ പരമ്പൊരുളിനെ തിരിച്ചറിയുക, കണ്ടെത്തുക, പ്രത്യഭിജ്ഞ. ആ തിരിച്ചറിയലാണ് യഥാർത്ഥമായ ബ്രഹ്മസാക്ഷാത്കാരം എന്നാണ് മാണിക്യവാചകർ ഇവിടെ പറയുന്നത്. അതിനെ തൊട്ടു നിൽക്കുക, നീ അതിനെ തൊട്ടു നിൽക്കൂ, ബ്രഹ്മത്തെ ചാരി ബ്രഹ്മചാരിയായി നിൽക്കൂ എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെ ചാരി നിൽക്കൂ, ബ്രഹ്മത്തെ തൊട്ടു നിൽക്കൂ. ബ്രഹ്മം എല്ലായിടത്തും, ഈ ഭൂമിയിലും വിണ്ടലത്തിലും പാതാളത്തിലും എല്ലായിടത്തും ബ്രഹ്മസ്വരൂപം ഒരുപോലെ പ്രകാശിച്ച് നിൽക്കുന്നു. ആ പ്രകാശധാരയോടൊത്ത് നിൽക്കുക. ഇതാണ് അറിവിൻ്റെ ഉദയം. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബ്രഹ്മം സകലിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഏകമേവം അദ്വിതീയമായ ആ ബ്രഹ്മം സർവ്വലോകത്തിലും, സർവ്വദൈവങ്ങളും ഈ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഇവിടെ നാം വിഷ്ണു, അതേപോലെ ശിവൻ, അതേപോലെ മറ്റ് മതങ്ങളിലുള്ള ഈശ്വരന്മാർ എല്ലാവരും ഒന്ന് തന്നെയാണ്. നമുക്കതിനെ ബ്രഹ്മം എന്ന് വിളിക്കാം. ബ്രഹ്മം എന്ന പദത്തിൽ എല്ലാം ഒതുങ്ങുന്നു. ശിവനും വിഷ്ണുവും സ്കന്ദനും എല്ലാം ഈ ഒരൊറ്റ പദത്തിൽ, ബ്രഹ്മപദത്തിൽ ഒതുങ്ങുന്നു. നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തുന്ന ഒരു ഉപനിഷത്തുണ്ട്. നമുക്ക് ആ ഉപനിഷത്തിലേക്ക് ഒന്ന് കിടക്കാം. സ്കന്ദോപനിഷത്താണ് ഉപനിഷത്തെന്നാണ് ആ ഉപനിഷത്തിൻ്റെ പേര്. ഇതാ നോക്കൂ, അതിൽ പറയുന്നത് ചൈതന്യത്തെയും ജഡത്തെയും
കാണുന്നവൻ തന്നെയാണ് അച്യുതനും ജ്ഞാനസ്വരൂപനുമായ അവൻ തന്നെയാണ് മഹാദേവനും മഹാഹരിയും. നോക്കൂ, അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന ആര്? ചൈതന്യത്തെയും ജഡത്തെയും കാണുന്നവൻ തന്നെയാണ് അച്യുതനും ശിവനും ജ്ഞാനസ്വരൂപനും മഹാഹരിയും എല്ലാം തന്നെ. അപ്പോൾ ആ ജ്ഞാനസ്വരൂപനാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെയാണ് എല്ലാവരും കാണുന്നത്. അദ്ദേഹം തന്നെ സർവ ജ്യോതിസ്സുകൾക്കും മൂലകാരണമായ ജ്യോതിസ്. അദ്ദേഹം തന്നെ പരമേശ്വരൻ, പരബ്രഹ്മവും അദ്ദേഹം തന്നെ, സംശയമില്ല. ഞാനും അതേ ബ്രഹ്മം തന്നെ. കണ്ടോ, ഇതാണ് തിരിച്ചറിയൽ, ഇതാണ് അറിവിൻ്റെ പരമോന്നതമായ അവസ്ഥ. അദ്ദേഹം തന്നെ സർവ ജ്യോതിസ്സുകൾക്കും മൂലകാരണമായ ജ്യോതിസ്. ബ്രഹ്മം തന്നെയാണ് സകല ജ്യോതിസ്സുകൾക്കും മൂലകാരണമായ ജ്യോതിസ്. ബ്രഹ്മം തന്നെ പരമേശ്വരൻ, ബ്രഹ്മം തന്നെ പരബ്രഹ്മം, അദ്ദേഹം തന്നെ എല്ലാം. ഞാനും ആ ബ്രഹ്മം തന്നെ. ഇതാണ് സ്കന്ദോപനിഷത്തിൽ പറയുന്ന പരമോന്നതമായ അറിവ്. ആ അറിവിനെ പിന്നെ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. ആ ബ്രഹ്മസങ്കല്പത്തെ പിന്നെ വിശദീകരിക്കുക. ഞാൻ തന്നെ ശിവൻ, ശിവൻ തന്നെ ജീവൻ, ആ ജീവൻ കേവലം ശിവൻ തന്നെ. ഉമി ചേർന്ന നെല്ലിൽ നിന്നും ഉമി മാറ്റിയാൽ അത് ശേഷിക്കും, അരി ശേഷിക്കും. അതേപോലെ ബദ്ധനായ ജീവൻ കർമ്മനാശം സംഭവിക്കുമ്പോൾ സദാശിവനാകുന്നു. അപ്പോൾ നമ്മൾ സദാശിവനാണ്. സദാശിവനിൽ നിന്ന് നമ്മളെ മാറ്റുന്നത് എന്താണ്? ജീവനെ മാറ്റുന്നത് ഉമി കൊണ്ട് മൂടുന്നത് ഏതാണ്? കർമ്മങ്ങളാണ്. ഈ ഉമി മാറ്റിയാൽ അരി ശേഷിക്കും, ബ്രഹ്മം തന്നെ ശേഷിക്കും. അതേപോലെ ബദ്ധനായ ജീവൻ കർമ്മനാശം സംഭവിക്കുമ്പോൾ സദാശിവനാകുന്നു. അപ്പോൾ നമ്മിൽ നിന്ന് എപ്പോഴാണോ കർമ്മനാശം, കർമ്മത്തിൻ്റെ വിടുതൽ നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത്, അപ്പോൾ നാം സദാശിവനാകുന്നു, സദാ ബ്രഹ്മമാകുന്നു. അപ്പോൾ വളരെ മഹനീയമായ അറിവുദയമാണ് ഇവിടെ മാണിക്യവാചകർ നമുക്ക് തരുന്നത്. എന്താണത്? നോക്കൂ, ആ ജീവൻ കേവലം ശിവൻ തന്നെ. ഉമി ചേർന്ന നെല്ലിൽ നിന്നും ഉമി മാറ്റിയാൽ അരി ശേഷിക്കും. ഒരലങ്കാര കൽപ്പനയിലൂടെ വ്യക്തമാക്കുകയാണ് അരിയും ഉമിയും. ഉമി മാറ്റിയാൽ പിന്നെ അരി ശേഷിക്കും. അതുപോലെ നമ്മുടെ ഉമിയാകുന്ന ജീവനിലെ കർമ്മം നശിക്കുമ്പോൾ സദാശിവനാകുന്ന അരി വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ ഉമിയെ മാറ്റിയാൽ മതി, അതായത് കർമ്മത്തെ ഇല്ലാതാക്കിയാൽ മതി, വാസനകളെ ഇല്ലാതാക്കിയാൽ മതി. വാസനാക്ഷയം സംഭവിക്കുമ്പോൾ നാം സദാശിവനായി മാറുന്നു, സദാ ബ്രഹ്മമായി മാറുന്നു. ഇതേപോലെ പരമബദ്ധനായ ജീവൻ പാശമുക്തനായാൽ സദാശിവനായി. ഇതാണ് പരമമായ അറിവ്. പരമബദ്ധനായ പാശബദ്ധനായ ജീവൻ. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് പാശത്താൽ, കർമ്മപാശങ്ങളാൽ ബന്ധിതനാണ്. ഈ ബന്ധമില്ലാതായാൽ, പാശമുക്തനായാൽ പിന്നെ നാം സദാശിവനാണ്, സദാബ്രഹ്മമാണ്. ഈ തിരിച്ചറിവാണ് പരമോന്നതമായ ശിവജ്ഞാനം. ഈ ശിവജ്ഞാനത്തെയാണ് മാണിക്യവാചകർ തിരുവാചകത്തിലെ അറിവുദയം എന്ന 5-ാം അധ്യായത്തിൽ സത്യം വെളിപ്പെടുത്തുന്ന പരമമായ സത്യവാക്കുകൾ. അപ്പോൾ ഓർക്കുക, പരമബദ്ധനായ ജീവൻ പാശമുക്തനായാൽ സദാശിവ ബ്രഹ്മമായി. ആ സത്യം അറിയുക. ഈ സദാശിവ ബ്രഹ്മം എല്ലാ ലോകങ്ങളിലും ഒന്നായി നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ എല്ലാം ഒന്നാണെന്ന് പിന്നെ സ്കന്ദോപനിഷത്ത് വിശദീകരിക്കുക. ശിവൻ തന്നെ വിഷ്ണുരൂപൻ, വിഷ്ണു തന്നെ ശിവരൂപൻ. ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവനും വസിക്കുന്നു. ഏത് വിധം വിഷ്ണു ശിവമായിരിക്കുന്നോ അതുപോലെ ശിവൻ വിഷ്ണുമയവുമാണ്. ഇവയിൽ
ഇവരിൽ അഭേദം എനിക്കുണ്ടാകുമ്പോൾ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യവേ തന്നെ ഞാൻ കല്യാണ സ്വരൂപനാകുന്നു. അപ്പോൾ അഭേദബോധമുണ്ടാകുമ്പോൾ നാം സദാശിവനായി മാറുന്നു എന്നാണ് പറയുന്നത്. പിന്നെ സ്കന്ദോപനിഷത്തിൻ്റെ തുടർച്ചയായ ഭാഗവും കൊണ്ട് നമുക്ക് നോക്കാം. വിഷ്ണുവും ശിവനും തമ്മിൽ യാതൊരു വിധമായ അന്തരമോ ഭേദമോ ഇല്ല. ഈ ദേഹവും ദേവാലയമാണ്. അതിൽ ജീവൻ കേവലം ശിവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. മനുഷ്യൻ്റെ അജ്ഞാന നിർമാല്യം ദൂരത്തിലാകുമ്പോൾ അത് ഞാൻ തന്നെ എന്ന ഭാവത്തിൽ അതിനെ പൂജിക്കുകയാണ് വേണ്ടത്. സകലതും അഭേദ ബുദ്ധിയോടെ കാണുകയെന്നതാണ് ജ്ഞാനം. മനസ്സിൻ്റെ നിർവിഷയാവസ്ഥയാണ് ധ്യാനം. സ്നാനമെന്നത് മനോമാലിന്യത്തിൻ്റെ ദൂരീകരണമാണ്. ഇന്ദ്രിയ നിഗ്രഹമാണ് യഥാർത്ഥത്തിലുള്ള ശൗചം. ബ്രഹ്മജ്ഞാനാമൃതം പാനം ചെയ്യുകയും ദേഹസംരക്ഷണത്തിന് ഭിക്ഷാവൃത്തി സ്വീകരിക്കുകയും വേഷഭാവം കൈവടിയുകയും ദേശഭാവം കൈവടിയുകയും ഏകാന്തവാസിയായിരിക്കുകയും വേണം. ഇതിനെ ആചരിക്കുന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. പരമധാമവും കല്യാണരൂപിയുമായ ഭഗവാന് നമസ്കാരം. നൃസിംഹദേവ, അങ്ങയുടെ കൃപയാൽ ബ്രഹ്മസ്വരൂപവും വിഷ്ണുസ്വരൂപവും ശിവസ്വരൂപവും അചിന്ത്യവും അവ്യക്തവും അനന്തരം വേദസ്വരൂപവുമായ ബ്രഹ്മം ആത്മരൂപത്തിൽ അറിയുക. ശിവൻ്റെ ആ പരമപദത്തെ പകലെന്ന പോലെ സ്പഷ്ടമായി കാണുന്ന ജ്ഞാനികൾ ബ്രഹ്മജ്ഞാനം പ്രാപിച്ച് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. ഇത് തന്നെയാണ് ശിവൻ്റെ പരമപദം. ഇത് തന്നെയാണ് നിർവാണാത്മകമായ ജ്ഞാനം. ഇത് തന്നെ വേദാനുസന്ധാനം എന്ന ഉപനിഷത്ത്. അപ്പോൾ ഇവിടെയാണ് പരമമായ മനുഷ്യൻ്റെ അറിവുദയത്തെ സ്കന്ദോപനിഷത്ത് വിശദമാക്കുന്നത്. ശിവൻ്റെ ആ പരമപദത്തെ പകലെന്ന പോലെ സ്പഷ്ടമായി കാണുന്ന ജ്ഞാനികൾ ബ്രഹ്മത്വം പ്രാപിച്ച് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. ഇതാണ് ശിവൻ്റെ പരമപദം. സദാശിവൻ്റെ പരമപദം ഇതാണ് അറിവുദയത്തിൽ മാണിക്യവാചകർ നമ്മോട് പറയുന്ന മാണിക്യോപനിഷത്ത്, ശിവോപനിഷത്ത്. അപ്പോൾ വിണ്ടലത്തിലും ഭൂമണ്ഡലത്തിലും നീണ്ട പാതാള ലോകത്തിലും ഒന്നുപോലെ മുട്ടി നിൽക്കും പരമ്പൊരുൾ. ആ പരമ്പൊരുളിനോട് ചേർന്ന് നിൽക്കുക, ആ പരമ്പൊരുളിനോട് ലയിച്ചു ചേരുക. ഇതാണ് പരമമായ മോക്ഷം എന്ന ആ മഹനീയമായ ശൈവ സിദ്ധാന്തത്തിൻ്റെ ആ അറിവിൻ്റെ ഉദയമാണ് ഈ പാടലിൽ മാണിക്യവാചകർ നമുക്ക് പറഞ്ഞു തരുന്ന പരമോന്നതമായ ജ്ഞാനം. ഈ ജ്ഞാനഭൂമിയിലൂടെ ആരാണോ കടന്നു പോകുന്നത് അവർ തീർച്ചയായിട്ടും പരമപദത്തെ, സദാശിവപദത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും.